ഉസ്താദ്, ഞാനത് കാര്യം വിശദീകരിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ആ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വെള്ളത്തിൽ വെച്ചത്. എന്നാൽ ഉസ്താദ് കാര്യം ചെയ്യും, ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് മൂസാ നബിയുടെ ആണല്ലോ. മൂസാ നബിയുടെ ചരിത്രം ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. മൂസാ നബിയുടെ വഫാത്തിന് ശേഷം, മൂസാ നബിയുടെ മരണത്തിന് ശേഷം ആ സമൂഹം ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. മൂസാ നബിയുടെ മരണത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരുടെ സമൂഹം ബനി ഇസ്രായേൽ വർഗം ചോദിച്ച ഒന്ന് പറഞ്ഞത് ഒരു കാര്യം, ഈ ആയത്ത് ദഈഫാണോ? ഇനി ഊതി ആയത്തുണ്ടല്ലോ, അത് ദഈഫാണോ? ആ ആയത്ത് ദഈഫല്ല. ആയത്ത് ദഈഫാവോ? അറിയില്ല. എന്താ ഉസ്താദേ, ആയത്ത് ദഈഫില്ല. ആയത്ത് അതറിയില്ലേ? അല്ലാഹു അക്ബർ പറയുന്നത് ആയത്ത് ദഈഫില്ല എന്ന് പറയുമ്പോ ചോദ്യം ആയത്ത് ദഈഫാണോന്ന്. ഉസ്താദേ, ചോദ്യം മനസ്സിലായിട്ടില്ല. അത് ആ ആയത്ത് തെളിവല്ല എന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെളിവല്ല. ഞാൻ ചോദിച്ചത് അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു തേട്ടത്തിന്റെ ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. സൂറത്തുൽ അറാഫിലെ ആ ആയത്ത് ലൈഫാണ് ചോദ്യം. ഒന്നാമത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തരമാണ്. രണ്ടാമത് എന്റെ ചോദ്യത്തിന് മറുപടി അതല്ല. അതുകൊണ്ട് ആ ആയത്ത് ഇനിയും ഉദ്ധരിക്കണം, വിശദീകരിക്കണം എന്നില്ല. അപ്പൊ ആ ആയത്ത് ദുർബലമല്ല, ആയത്തിന്റെ കൂട്ടത്തിൽ ദുർബലം ഉണ്ടാവൂല, അതുകൊണ്ട് തെളിവാണ് ഞങ്ങൾ പറയുന്നത്. ഉസ്താദേ, ചോദിച്ചതിന് തെളിവല്ല. ഞാൻ ചോദിച്ച തേട്ടത്തിനുള്ള തെളിവല്ല. അപ്പോ ഇസ്തിസ്ഖാഹു ഖൗമുഹുവിന്റെ അർത്ഥം എന്ന് വെച്ചാട്ടെ. ഞാൻ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലുള്ള സമൂഹം ചോദിച്ച ചോദ്യത്തിനുള്ള ആ മറുപടിയാണ് ആ സമയത്ത് അവിടെ നടന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഇതുപോലെ ചോദിച്ച ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കും. ഇത് അല്ല, അള്ളാന്റെ വഫാത്തിന് ശേഷം ചോദിച്ച വല്ല സ്ഥലത്തുണ്ടോ? അല്ലാഹുവിന്റെ വഫാത്തോ? ആ, നിങ്ങളെ അനുസരിച്ച് അങ്ങനെ വേണ്ടേ? നിങ്ങളെ അങ്ങനെ വരണ്ടേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തൗഖുദുഹു സിനത്തും